ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഈ ഒരു നോമ്പിൻ്റെ ക്ഷീണം മാറാനും ഈ ഒരു ചൂട് കാലത്തുള്ള ആ ഒരു ക്ഷീണം ദാഹമൊക്കെ മാറാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ അതിന് വേണ്ടത് കുറച്ച് ഈന്തപ്പഴമാണ്. അപ്പോൾ ഞാനൊരു 10-15 ഈന്തപ്പഴം വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10-15 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഇതാ ഞാനൊരു 10-15 ബദാമും കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. ഇനി നമുക്ക് ഇത് രണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആ വെള്ളത്തോട് കൂടെ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് നല്ല വെള്ളത്തിലിട്ടിട്ടാണ് ഈ ഈന്തപ്പഴം കുതിർത്തെടുക്കേണ്ടത്. എന്നിട്ട് ആ വെള്ളത്തോട് കൂടെയാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ള ബദാമും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് തന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് കലക്കി മാറ്റി വെക്കണം. അതിനായിട്ടൊരു 3-3.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഞാനിവിടെ എടുത്തിട്ട് കലക്കിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് എടുക്കുക. ഇനി ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇവിടെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇതിനായിട്ട് 2 പാക്ക് പാൽ ഞാനിവിടെ തിളക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 പാക്ക് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടവും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് ചൂടായൊന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ഇതാ പാലൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈന്തപ്പഴവും ബദാമിൻ്റെ ഒക്കെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 4-5 മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് മിക്സാക്കി തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വളരെ കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമാണെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈന്തപ്പഴത്തിലൊക്കെ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ അതാ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് കൂടെ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറും കൂടി കലക്കി വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇനി ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇതൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നേരം വെച്ചിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡറൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലിട്ട് മാറ്റി വെക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതാ ഇനി ഇത് പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തണുപ്പിച്ച് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മധുരമൊക്കെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് നോക്കിയിട്ട് മധുരമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതൊന്നും കൂടി ലൂസായി വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കട്ടിക്കനുസരിച്ചിട്ട് ഇത് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇത്രയും ലൂസിൽ വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കസ്റ്റാർഡ് പൗഡറൊക്കെ കുറച്ചും കൂടെ ഒന്ന് കലക്കിയിട്ട്
ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. നമുക്ക് ഈ ഒരു നോമ്പിനും അതുപോലെ തന്നെ ഈ ഒരു ചൂട് കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. നല്ല തണുപ്പോട് കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.